ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ പീസ് അംബ്രല്ല ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചത് ഇത് കട്ട് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, ചില തിരക്കുകൾ കാരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് നോക്കാം. സാധാരണ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ഇതും സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഒരു വ്യത്യാസം ഉള്ളതെന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ കെട്ട് കൊടുക്കുന്നത്. അപ്പം സാധാരണ തയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ നെക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആദ്യം എടുക്കാം. ഞാനൊരു ക്രീം കളർ ഒരു സാരിയുടെ പീസിലായിരുന്നു ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിരുന്നത്. അപ്പം എന്താ സിംഗിൾ പീസായിട്ടാണ് ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഈ നെക്ക് വെച്ച് തന്നെ വേറെ നെക്ക് ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് ഇതിന്റെ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പൊ സാധാരണ ഞാനിപ്പം കാണിച്ച വീഡിയോകളിലെല്ലാം ചെയ്തതുപോലെ തന്നെയാണ് ഇതിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. പിന്നെ ഞാനിതൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതാ ഇതുപോലെ പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് പൈപ്പിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പൊ കഴിഞ്ഞ ഫ്രോക്കിലൊക്കെ ഞാൻ പൈപ്പിംഗ് ആയിരുന്നു ചെയ്തത്. അപ്പൊ ഇതിന് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പൈപ്പിംഗ് അല്ലാത്ത രീതിയിൽ സ്റ്റിച്ച് നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിച്ചത്. ഇതിപ്പം മൊത്തത്തിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഗ്ലാസ് വർക്കോ പേള് വർക്കോ അല്ലെങ്കിൽ പൂക്കളോ അല്ല എംബ്രോയിഡറിയോ അങ്ങനെ എന്ത് വർക്ക് വേണമെങ്കിലും നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാനത് വർക്ക് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. സാധാരണ ഒരു റൗണ്ട് നെക്കാണ് ഞാനിപ്പോ ഇതിൽ ചെയ്തത്. അപ്പൊ ഇതിന് ചുറ്റും ഗ്ലാസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇതിങ്ങനെ വീതിയിൽ അടിച്ചെടുത്തത്. അപ്പം മെറൂൺ കളറ് ഗ്ലാസ് വർക്ക് നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റുമേ. മെറൂൺ കളറോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ. ഇതിനകത്തൊരു മെറൂണിന്റെ ഒരു പൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലെ നെക്കൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന്റെ ബാക്ക് സൈഡിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ നെക്കിന്റെ ഈ സെന്റർ ഒന്ന് അടയാളപ്പെടുത്തണം. അതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഒരു 2 ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് താഴോട്ടൊന്ന് കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ സെന്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പം ഇതുപോലൊരു പീസിൽ നമുക്ക് ചെയ്തിട്ട് പിന്നെ സെന്റർ കട്ട് ചെയ്ത് വിടാവേ. ഇവിടെ വരെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇതിന്റെ സെന്ററിന്റെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് തിരിച്ചിടും.
ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനെ നമുക്ക് താഴോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ. ഇന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ഇതിനെ തിരിച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാവേ. അപ്പൊ ഇതിന്റെ ബാക്കും ഫ്രണ്ടും കൂടെ ഷോൾഡർ ജോയിന്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിന്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്ത് വരാം. നമ്മൾ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തു. ഈ ബാക്ക് പീസിന്റെ നെക്കിന്റെ ഈ ഭാഗത്താണ് നമ്മൾ ഫ്രണ്ട് പീസിന്റെ ഷോൾഡറിന്റെ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ കവറിങ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ മറു സൈഡ് നമ്മളിങ്ങനെ ഉള്ളിലോട്ടാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പുതുതായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പുതിയ ലിങ്ക് ഇട്ട് തരാം. പഴയ ലിങ്കിൽ കയറാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. അപ്പോൾ പഴയ ലിങ്കിൽ കുറച്ച് പേര് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് ചേർന്നിട്ടുണ്ട്. അപ്പം അവരെ പുതിയ ലിങ്കിലോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടേക്കാം. അപ്പം ഞാൻ ചെയ്ത ആ ഓൺലൈൻ ക്ലാസ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വേറെ ഏതോ ഒരു മാർക്കറ്റിങ്ങിന്റെയോ എന്തോ ഒരു പ്രശ്നം അതിലുണ്ടായി. അപ്പം ഞാൻ അതിന്റെ ലിങ്ക് ഒന്ന് മാറ്റി അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ടേക്കാവേ. ഇതിന്റെ ബാക്കിലെ നെക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരുവേ, തുണി ഉള്ളിലോട്ട് ആക്കിയിട്ട്. ഇവിടെ 2 ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ സിബുള്ള വീഡിയോ ഒരെണ്ണമേ ചെയ്തുള്ളൂ. ബാക്കിലെ സിബ് വെച്ച് നമുക്ക് അടുത്ത വീഡിയോയില് ഫ്രോക്കിന്റെ ബാക്ക് സൈഡില് സിബ് വെച്ച് ഫുള്ള് താഴോട്ട് സിബ് വെച്ചുള്ളത് പഠിപ്പിച്ചു തരാം. നമുക്ക് 1-2 ക്ലാസ്സൂടെ കഴിഞ്ഞതിന് ശേഷം ബ്ലൗസ് പഠിക്കാം. 1-2 ക്ലാസ്സിൽ നമുക്ക് നൈറ്റിയുടെ 10 മോഡൽ നൈറ്റി നമുക്ക് പഠിക്കാം. ഇപ്പൊ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗമാവും നൈറ്റി ബിസിനസ്സിലൂടെ. നൈറ്റി, ഫ്രോക്ക് ഇതൊക്കെ തയ്ച്ച് നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാവാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. തുണി ഇതുപോലെ ഒന്ന് പിടിച്ചു വെച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കണേ. ബാക്കിൽ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ ഹുക്ക് വയ്ക്കാനുള്ള ഭാഗം ഫ്രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്ലെസ് ആണ്. ഇവിടെ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ഈ സൈഡിലും പൈപ്പിംഗ് വെച്ച് കൊടുക്കാം, ഈ സൈഡിലും പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. പൈപ്പിംഗ് ആയിട്ട്
ക്രോസ് പീസ് ആണ് വെക്കുന്നത്. ഇവിടെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇതുപോലെ മറുഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കും. ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഉള്ളിലോട്ട് ആക്കിയിട്ട് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാവേ. ഇതുപോലെ തുണി പിടിച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഉള്ളിലോട്ടാക്കി ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പൊ ചുളിവുകളൊന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ചുളിവുകളൊന്നും വീഴത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കവർ ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു ചുളിവും ഇല്ലല്ലോ. നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറു സൈഡും അതുപോലെ ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ. അപ്പം ഇതിൽ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് ഇതിന്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ച് പിന്നെ ഇവിടെ ഒരു കെട്ടും കൂടെ വെച്ചത് അത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇത്ര വണ്ണമാണ് ഇട്ടത്. അത്രയും വണ്ണത്തെ നമ്മൾ എടുത്തിട്ട് ഇവിടെ ഈ ഷേപ്പിന്റെ ഭാഗം ഇവിടെ വരെയാണ്. ഷേപ്പിന്റെ ഭാഗം വരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരണം. അതിനുശേഷം മാത്രമേ ഇവിടെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇവിടെ നിർത്തി. ഇനി നമുക്ക് ഈ താഴോട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് യോക്കൊന്നുമില്ല, അത് സിംഗിൾ പീസ് ആണ്. ഞാൻ പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. ഷേപ്പ് ചെയ്തത് കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ ഷേപ്പിന്റെ ഭാഗം വരെയും സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് താഴോട്ടുള്ള ഭാഗം നമ്മൾ ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഈ ഭാഗം കൂടെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മനസ്സിലായില്ലെങ്കിൽ കമന്റ് ഇടണേ, ഞാൻ പറഞ്ഞു തരാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനത് ശ്രദ്ധിക്കാം. അതിന്റെ ആ ഗ്രൂപ്പിന് എന്തോ ഒരു പ്രശ്നം വന്നാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ പുതിയൊരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് പഴയ ഗ്രൂപ്പില് ഇപ്പം ചേർന്നിട്ടുള്ള ആൾക്കാരെ എല്ലാം ഞാൻ പുതിയ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അടുത്ത മാസം മുതൽ നമുക്ക് ഓൺലൈനായിട്ടുള്ള ക്ലാസ് തുടങ്ങാം. അതിൽ പ്രിൻസസ് കട്ട് ബ്ലൗസും സാധാ ബ്ലൗസും ഏറ്റവും കൂടുതൽ ബ്ലൗസിന്റെ വീഡിയോയും ചുരിദാറിന്റെ വീഡിയോയും ഫ്രോക്കിന്റെ, പിന്നെ നിങ്ങൾക്ക് നൈറ്റി പഠിക്കാൻ താല്പര്യമാണെങ്കിൽ നൈറ്റി മാത്രമായിട്ടും ഫ്രോക്ക് പഠിക്കാൻ താല്പര്യമാണെങ്കിൽ ഫ്രോക്ക് മാത്രമായിട്ടും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് 6 മാസത്തെ കോഴ്സോ 3 മാസത്തെ കോഴ്സോ ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഷേപ്പ് അടിച്ചു കഴിഞ്ഞു. ഇവിടെ വരെ നിർത്തിയിട്ട് നമ്മൾ ഷേപ്പ് അടിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി അടിക്കണം. പിന്നെ ഇവിടെ ഒരു കെട്ട് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ താഴത്തെ ഭാഗം മടക്കി അടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇവിടെ കെട്ട് വെക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ, താഴത്തെ ഭാഗം നമ്മൾ മടക്കി അടിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി ഫുള്ളൊന്ന് തയ്ച്ചതിന് ശേഷം പിന്നെ ഒന്നുകൂടെ മടക്കി കൊടുക്കണം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കി ഫുൾ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇതിനൊരു കെട്ട് വെച്ച് കൊടുക്കുക. അപ്പൊ കെട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തുകൂടെ അല്ല കെട്ട് വെക്കുന്നത്, ഇതിന്റെ പുറത്തുകൂടെ കെട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുകളിൽ നിന്ന് ഷേപ്പ് വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കണം. അപ്പൊ 8 ഇഞ്ച് ലെങ്ത് ആണ് ഷേപ്പ് വരെയുള്ള ലെങ്ത്. അപ്പം ഈ 8 ഇഞ്ച് ലെങ്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാമേ. 8 ഇഞ്ച് ലെങ്ത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. അതുപോലെ ബാക്ക് സൈഡിൽ നമുക്ക് 8 ഇഞ്ച് ലെങ്ത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 8 ഇഞ്ച് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും. മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതില് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ സെന്റർ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ കഫ്താൻ നൈറ്റിയിലൊക്കെ നമ്മൾ തയ്ക്കത്തില്ലേ, സെന്ററിലാണ് നമ്മൾ കെട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ കൊടുക്കുന്നത്. സെന്റർ നമ്മളിങ്ങനെ കെട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ കെട്ട് തന്നെ താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ കെട്ട് തന്നെ നമുക്ക് താഴോട്ട് ഇടാം. പിന്നെ നമുക്ക് ഇവിടെ ഗ്ലാസ് വർക്ക് ചെയ്യാം. പിന്നെ ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആയതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഒരുപാട് എംബ്രോയിഡറി വർക്കോ അല്ലെ പേൾ വർക്കോ ഒക്കെ ചെയ്തെടുത്താൽ ഫുൾ ഡിസൈനിങ് ആയിരിക്കും. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇതേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഞാനിതിൽ വർക്ക് ചെയ്തതിന് ശേഷം ഒരു ദിവസം വേറൊരു വീഡിയോ ഇടുന്നതിന്റെ കൂട്ടത്തിൽ, വേറൊരു ഫ്രോക്ക് വീഡിയോ ഇടുന്നതിന്റെ കൂട്ടത്തിൽ ഞാനിത് ഫുൾ വർക്ക് ചെയ്ത് ഞാൻ ഈ ഒരു ഫ്രോക്ക് കാണിച്ചു തരാം. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇതിന്റെ സെന്റർ നമ്മൾ അടയാളപ്പെടുത്തി. അപ്പൊ ഈ സെന്റർ അടയാളപ്പെടുത്തിയെടുത്ത് വന്ന് ഇവിടെ വെച്ച് വേണം നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് വരാനും. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് 2 ഇഞ്ചാണ് ഈ പീസിന് എടുത്തിരിക്കുന്നത്. നീളം ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം അതിന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പം ഇത് ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇങ്ങനെ മടക്കി അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ 2 സൈഡും 1/4 ഇഞ്ച് വീതം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അയൺ ചെയ്ത് വെക്കണം. ഞാനിപ്പോ ഇത് അയൺ ചെയ്യുന്നില്ല. ഒരു ഭാഗം കരവശവും മറുഭാഗം അല്ലാതെയാണ്. ഇപ്പൊ ഞാൻ അയൺ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് അയൺ ചെയ്തില്ല. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോഴത്തേന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയൺ ചെയ്ത് പോകണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് നേരെ ഓപ്പോസിറ്റ് വരും, നേരെ ഫ്രണ്ടിൽ വെച്ച് തയ്ക്കും. അപ്പം ഇതിപ്പോ ഞാൻ സാധാരണ പീസിൽ സാധാരണ ഇതേ സെയിം കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതില് വേറെ ഏതെങ്കിലും കളർ ഇവിടെ ഇങ്ങനെ ഈ കെട്ടിന് നമുക്ക് വെച്ച് തയ്ക്കാവുന്നതാണ്. അപ്പൊ ഞാനിതിപ്പോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനൊരു മെറൂൺ കളറ് വള്ളിയാണ് ഇതിനകത്ത്, കെട്ടിന്റെ വള്ളിയാണ് ഞാനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ഇതിപ്പോ സെയിം കളറാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കളർ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇപ്പൊ എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിനെ ഇങ്ങനെ ആക്കി ഇടണം. എന്നിട്ട് ഈ സെന്റർ നമ്മൾ വരച്ചില്ലേ, അവിടെ നമ്മൾ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വരണം. ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇവിടെ നിന്ന് ഈ നമ്മൾ സെന്റർ വരച്ച ലൈനിന്റെ താഴോട്ടൊരു 1/4 ഭാഗം നീക്കി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാൻ. നമുക്കിപ്പോ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് നമ്മളിപ്പോ വരച്ച ലൈനിന്റെ അതുവഴി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പൊ ലൈൻ നീങ്ങി പോകത്തില്ല, നമുക്ക് അറിയാൻ പറ്റും. ഈ ലൈൻ വഴി നമ്മൾ വരച്ചിട്ടിരിക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആ ലൈൻ വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാൻ വേണ്ടിയേ. ഇവിടെ സെന്ററിലെത്തി നമ്മൾ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വേസ്റ്റ് ഭാഗം കളഞ്ഞു.
എന്നിട്ട് നമ്മളിത് ഇത് ഉള്ളിലോട്ട് മടക്കി ഈ സെന്ററിന്റെ ഈ സൈഡിൽ തന്നെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിന്റെ മറുഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതാ തുണി ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതിന്റെ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കും. ഇനി ഇത് ഫുള്ള് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ മറുഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരണം. ഇതിന്റെ മറുഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഉള്ളിലൂടെ കെട്ടാനുള്ള വള്ളി ഇട്ട് കൊടുക്കണം. ഞാൻ വള്ളി ഇട്ടിട്ട് കാണിച്ചു തരാവേ. ഇതിന്റെ സെന്റർ വഴി ഇതുവഴിയാണ് നമ്മൾ വള്ളി ഇടുന്നത്. അപ്പം നമ്മൾ എവിടെയാണ് കെട്ടിവെച്ചത്. അപ്പം നമ്മുടെ സിംഗിൾ പീസ് അംബ്രല്ല ഫ്രോക്ക് ആണത്. നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കണം. അപ്പം ഇതിന്റെ ഈ നമ്മളിട്ട കെട്ടിന്റെ ഈ സൈഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെക്കാം. ഫ്ലവർ വേണേൽ ഫ്ലവർ വെക്കാം. ഇവിടെ ഒരു ഫ്ലവർ കൊടുക്കാം. ഇവിടെ നമുക്ക് പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല, സമയക്കുറവുണ്ട്. അപ്പം ഇത് കട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ട് ഇതുവരെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. അപ്പം ഇന്ന് ഞാൻ പെട്ടെന്ന് ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചതാണ്. അപ്പം വർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനിത് ഫുൾ വർക്ക് ചെയ്ത് ഈ ഫ്രോക്ക് ഞാൻ കാണിച്ചു തരാവേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.